മേപ്പാടി CSCയിൽ മുഴുവൻ സമയവും സേവനം ചെയ്യുന്ന മീനങ്ങടിക്കാരനായ ഒരാളുണ്ട്, കോയ. അദ്ദേഹത്തിൻ്റെ കാര്യമാണ് നമ്മൾ പ്രേക്ഷകരോട് പറയാൻ പോകുന്നത്. വളരെ നിരതനാണ് ഈ വയോധികൻ. പ്രായമൊന്നും അദ്ദേഹത്തിന് പ്രശ്നമല്ല. കോയയുടെ അനുഭവം നമുക്ക് കേൾക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് മേപ്പാടി CHCക്ക് മുന്നിലാണ്. ഇവിടങ്ങളിലൊക്കെ വരുമ്പോൾ ഒരുപാട് പേർ സന്നദ്ധ സേവനവുമായി രാപ്പകലില്ലാതെ നിൽക്കുന്നത് കാണുന്നു. അതിൽ കുറേയധികം പേർ എന്നോടൊപ്പം ചേരുകയാണ്. ഇവിടെ പലവിധ സന്നദ്ധ പ്രവർത്തനങ്ങളാണ്. അതിൽ ഏറ്റവും മനസ്സ് നുറുങ്ങുന്ന തൊഴിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളാണ്. അതായത് ഈ ശരീരം ഒക്കെ കൊണ്ടുവരുമ്പോൾ, ജീവൻ നഷ്ടമായ ശരീരങ്ങളൊക്കെ എത്തിക്കുമ്പോൾ അത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ സഹായം നൽകുന്ന ആളാണ്. അതിനോടൊപ്പം കുറച്ച് ആളുകൾ കൂടി ചേരുകയാണ്. ആദ്യം നമുക്ക് കോയക്ക അല്ലേ. കോയക്ക രാവിലെ മുതൽ, മീനങ്ങാടി സ്വദേശിയാണ് അല്ലേ, രാവിലെ മുതൽ പല സ്ഥലങ്ങളിലായി രാവിലെ മുതൽ രാത്രി വരെ തുടർച്ചയായി ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ തന്നെ അദ്ദേഹം ഒരു വേഷത്തിൽ കാണാം. CHCക്ക് മുന്നിൽ അങ്ങനെ തുടർച്ചയായി കാണുന്നുണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയിട്ട് അന്ന് മുതൽ പ്രവർത്തനത്തിൽ ഇറങ്ങിയാണ്. അന്ന് മുതലുണ്ട്. അതിന് ഇത് എപ്പോൾ ഇവിടെ അവസാനിക്കുന്നു അത് വരെയാണ്. ഈ ആഴ്ചന് കേടൊന്നും ഇല്ലെങ്കിൽ അത് വരെ ഉണ്ടാവും, ലാസ്റ്റ് വരെ ഉണ്ടാവും. രാവിലെ ഇറങ്ങും, രാത്രി ഇറങ്ങും, വൈകുന്നേരം പോകും. എൻ്റെ കൂട്ടുകാരുണ്ട്, ഞങ്ങൾ 4 ആളാണ് വണ്ടി കൊണ്ടുവരുന്നത്. ഇവർ 2 ആൾ വണ്ടി ബൈക്കിൽ വരും, ഞങ്ങൾ 2 ആൾ ബൈക്കിൽ വരും. ഇവിടെ തന്നെ മാസ്ക് ഇല്ലാത്തവർക്ക് മാസ്ക് കൊടുക്കും, സാനിറ്റൈസർ അടിച്ചു കൊടുക്കും. പിന്നെ നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു മാസ്ക് ഇടാനുള്ള ഒരു സന്മനസ് അവർ കാണിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാസ്ക് ഇട്ടിട്ടില്ലെങ്കിൽ എല്ലാവർക്കും രോഗം പകരും. ഭൂമിയിൽ മുൻകരുതൽ വളരെ പ്രധാനമാണ്. ആരോഗ്യ വിഭാഗമൊക്കെ പല മുന്നറിയിപ്പുകൾ നൽകിയിരുന്നു. കരുതലെടുക്കണം, പകർച്ചവ്യാധി സാധ്യതകളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടാണ് കോയൊക്കെ ചെയ്യുന്നത് അല്ലേ? അതെ. അവർ നമുക്ക് രാവിലെ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അവർ ക്ലാസ് എടുക്കുന്നുണ്ട്. അവർ ആ ക്ലാസ് പ്രകാരം ഞാൻ തെളിക്കുന്നുണ്ട്. അവർ നമ്മളോട് പറയും ഇന്ന പോലെ ചെയ്യണം, ഇന്ന പോലെ ചെയ്യണം എന്ന് പറയും. റെസ്ക്യൂവിൽ അഡ്വഞ്ചർ എനിക്ക് സർട്ടിഫിക്കറ്റ് ഞാൻ എടുത്തിട്ടുണ്ട്, അഡ്വഞ്ചറിൻ്റെ. ഇപ്പോൾ റെസ്ക്യൂവിൽ എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. അതെ, അതിൽ ഞാൻ വന്നിട്ടുണ്ട്. ഇവിടെ വന്നിട്ട് അതേപോലെ റെസ്ക്യൂ ഞങ്ങൾ പോയി റെസ്ക്യൂ ചെയ്തിട്ടാണ് പുഴ കടന്ന് അവിടെ ബോഡി കിട്ടി. അങ്ങനെ ഞങ്ങൾ റെസ്ക്യൂ ചെയ്ത് തന്നെ കയറ്റി ഇവിടെ എന്താ ചെയ്യുന്നത്? സോമന് എത്തിച്ചു കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ വന്നിട്ട് ബോഡി വരുമ്പോൾ ബാക്കിയുള്ള ക്ലീനിങ് എല്ലാം ചെയ്യുകയാണ്. ചെയ്തിട്ട് ബോഡി വേണ്ടത് ചെയ്ത് കൊടുക്കണം, കയറ്റി കൊടുക്കുക, അങ്ങനെയുള്ളതാണ്. അല്ല, കുറച്ച് മനധൈര്യമൊക്കെ വേണ്ട ജോലിയാണല്ലേ, ഒരു വിഷമകരമാണെങ്കിൽ കൂടി. മനധൈര്യത്തിൻ്റെ അല്ല, ഒരു മനുഷ്യൻ്റെ ലാസ്റ്റ് ഒരവസ്ഥയാണ് മരണം. ആ സമയത്ത് മറ്റു മനുഷ്യനെ സഹായിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ആ രീതിയിൽ നമ്മളാ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക. പിന്നെ ഞങ്ങൾ ഒരു ടീമായിട്ടാണ് വന്നിട്ടുള്ളത്. ഞങ്ങൾ ടീമാണ് ഇവിടെ ഉള്ളത്. എന്ന് വെച്ചാൽ ഞങ്ങൾ 20ഓളം ആൾക്കാരുണ്ട്. ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, മോർച്ചറിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ തന്നെയാണ് ബോഡി എടുക്കുന്നതും, ഇവിടെ വരുന്ന ബോഡി എടുക്കുന്നതും, ഉള്ളിൽ വാഷ് ചെയ്യുന്നതും, അത് മോർച്ചറിയിലേക്ക് എത്തിക്കുന്നതും. അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം ഇപ്പോൾ ഇത് തുടങ്ങി അന്ന് പോലെ ഞങ്ങൾ ഇവിടെ ഉണ്ട്. ഞങ്ങളുടെ എല്ലാം തൊഴിലാളികളാണ്. നിങ്ങൾ ഏത് മേഖലകളൊക്കെ? ഞങ്ങൾ ചുമട്ട് മേഖലയിലുള്ള തൊഴിലാളികളാണ്. ഞാൻ കൽപ്പറ്റ ജോലി ചെയ്യുന്നു. ഞങ്ങൾ 2 ആൾ കൽപ്പറ്റ ജോലി ചെയ്യുന്നു. തലപ്പുഴ പുൽപ്പള്ളി ജോലി ചെയ്യുന്ന രഘുവേട്ടൻ. അങ്ങനെ ഞങ്ങൾ വയനാട് ജില്ലേൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളാണ്. അത് ഇതിൻ്റെ ഇങ്ങനെ ഒരു നടുക്കത്തിൽ അറിഞ്ഞുകൊണ്ട് ഇതിൽ തന്നെയാണ് ഇപ്പോൾ എല്ലാ ദിവസമായിട്ടും ഇതിൽ തന്നെ ഇടപെട്ട് മുന്നോട്ട് പോവുകയാണ്. ഒരുപാട് വേദനകൾക്കിടയിലും ആശ്വാസം തോന്നുന്നത് ഇവരെ പോലുള്ള സന്നദ്ധ പ്രവർത്തകരുടെ എല്ലാം മറന്നുള്ള സേവന പ്രവർത്തനങ്ങൾ തന്നെയാണ്. മിഥുൻ ജാത്തോത്തിനൊപ്പം സജോ ദേവസ്യ, 24. പി ജെയിംസ്, ഈ യഥാർത്ഥത്തിൽ ഈ വയനാട്ടിലെ ദുരന്ത മേഖലയിൽ സംഭവിച്ച ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൗത്യസേന, രക്ഷാപ്രവർത്തകർ, പല സന്നദ്ധ സംഘടന വളരെ ആദ്യം മുതലേ തന്നെ വളരെ സജീവമാണ്, ഊർജ്ജസ്വലരായി. ഇതിനിടയിൽ തന്നെ എല്ലാം നഷ്ടപ്പെട്ടു പോയ ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അതും നമുക്കൊരു വയനാട്ടിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് തോന്നിയത് സൈന്യം, പോലീസ്, ഫയർഫോഴ്സ്, സന്നദ്ധ പ്രവർത്തകർ ഇവരൊക്കെ ഒരുമിച്ച് നിന്ന്, ജനങ്ങളടക്കം നിന്ന് നടത്തിയ ഒരു വലിയ യജ്ഞം. ആദ്യ ദിവസം തന്നെ സൈന്യമെത്തി. ഒരുപക്ഷെ കർണാടകയിൽ സംഭവിച്ചത് കേരളത്തിൽ സംഭവിച്ചില്ല. അതുകൊണ്ട് തന്നെ 12,000 പേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഈ ദുഃഖത്തിനിടയിലും ഒരുപക്ഷെ വലിയ സജീവമായിട്ട് നമുക്ക് ആശ്വസിക്കാൻ കഴിയുന്ന ഒരു സംഭവമാണ്.